എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം ഇപ്പോൾ വാങ്ങല്ലെന്നാണ് കെവിൻ വാഷ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സ്വർണ്ണവില അത്ഭുതപൂർവ്വമായിട്ടുള്ള വർധനവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ജനുവരി 29-ന് ഒരു പവൻ സ്വർണത്തിന് 1,31,160 രൂപയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ചിത്രം മാറി കേറിയ പോലെ വില താഴാൻ തുടങ്ങി. 3 ദിവസത്തിനിടെ 13,400 രൂപ കുറഞ്ഞുവെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് വിപണിയിൽ സംഭവിക്കുന്നതെന്നും പലരും ചോദിക്കുകയാണ്. കെവിൻ വാഷ് എന്ന വ്യക്തിയിലേക്കാണ് സ്വർണ്ണവിലയിലെ ഇടിവിനെ ആഗോള മാധ്യമങ്ങൾ ചേർത്ത് പറയുന്നത്. ജനുവരി 31-ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,17,760 രൂപയായിട്ട് കുറഞ്ഞിരുന്നു. ഇനിയും കുറയുവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. വരുന്ന മെയ് മാസത്തോടുകൂടി വില വലിയ തോതിൽ കുറഞ്ഞേക്കുമെന്നും പറയപ്പെടുന്നു. ഇതിനെല്ലാം കാരണം കെവിൻ വാഷ് ആണ്. പ്രധാനമായിട്ടും സ്വർണ്ണവില ഉയരുവാൻ പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ ഡോളറിന്റെ മൂല്യ തകർച്ചയാണ്. മാത്രവുമല്ല, അമേരിക്കൻ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതും ഒരു പ്രധാന ഘടകമാണ്. നിലവിലെ ഫെഡറൽ റിസർവ് ബാങ്ക് ചെയർമാൻ ജെറോം പവൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് എതിരാണ്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന അഭിപ്രായക്കാരനുമാണ്. ജെറോം പവലിന്റെ കാലാവധി മെയ് മാസത്തോടുകൂടി അവസാനിക്കുന്നതാണ്. അടുത്ത ഹെഡ് ചെയർമാനായിട്ട് പലിശ നിരക്ക് കുറയ്ക്കുന്ന വ്യക്തിയെ ട്രംപ് നിർദ്ദേശിക്കുമെന്നായിരുന്നു ഇതുവരെ കരുതിയത്. എന്നാൽ കെവിൻ വാഷിനെയാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹെഡ് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറാണ്. പലിശ നിരക്ക് ഉയർത്തണം, ഡോളർ മൂല്യം വർദ്ധിപ്പിക്കണം തുടങ്ങിയ നിലപാടുകളുള്ള വ്യക്തിയാണ്. എന്താണ് മെയ് മാസത്തിൽ സംഭവിക്കുക എന്ന് പരിശോധിക്കാം. 2008-ലെ സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ എല്ലാ US സാമ്പത്തിക വിദഗ്ധരും പലിശ നിരക്ക് കുറയ്ക്കുവാൻ നിർദ്ദേശിച്ചത്. എന്നാൽ കെവിൻ വാഷ് ഇതിനെ എതിർക്കുകയും പലിശ നിരക്ക് കൂട്ടുകയുമാണ് വേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്തു. കെവിൻ വാഷ് മെയ് മാസത്തിൽ ഫെഡ് ചെയർമാനായി ചുമതലയേറ്റാൽ പലിശ നിരക്ക് ഉയർത്തുവാൻ നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ സ്വർണ്ണവില കൂടുതൽ താഴുമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പലിശ നിരക്ക് കൂട്ടിയാൽ ബാങ്ക് ബോണ്ട് നിക്ഷേപ വരുമാനം ഉയരുന്നതാണ്. കൂടുതൽ പേര് ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. സ്വർണം വിറ്റ് നിക്ഷേപത്തിലേക്ക് കൂടുതൽ പേര് എത്തുന്നതാണ്. സ്വർണത്തിന് ആവശ്യക്കാർ കുറയുന്ന സാഹചര്യം വരുന്നതാണ്. ഇത് സ്വർണ്ണവില കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. മാത്രവുമല്ല, ഡോളർ മൂല്യം ഉയർന്നാൽ മറ്റ് കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വാങ്ങുന്നത് വലിയ ചിലവുള്ള കാര്യമാകും. ഇത് സ്വർണത്തിന് ആകർഷണം കുറയുന്നതാണ്. വില താഴേക്ക് പോകാൻ ചില കാരണങ്ങളായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.